കാർബോറണ്ടം കമ്പനിക്ക് മണിയാർ ജലവൈദ്യുത പദ്ധതി കരാർ നീട്ടി നൽകുന്നത് അഴിമതിയാണെന്ന് രമേശ് ചെന്നിത്തല. കരാറുകളെല്ലാം ലംഘിച്ചാണ് കമ്പനിയുടെ പ്രവർത്തനം. കരാർ നീട്ടി നൽകിയാൽ മറ്റ് ചെറുകിട പദ്ധതികളുടെയും കരാർ നീട്ടേണ്ടിവരും. വൈദ്യുത മന്ത്രിയെ നോക്കുകുത്തിയാക്കി മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും കരാർ നീട്ടി നൽകാൻ തീരുമാനിച്ചുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയെ ഒരു നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇന്നലെ 25 വർഷം കൂടി നീട്ടി നൽകാനുള്ള തീരുമാനമെടുത്തു. ഇത് തികച്ചും അഴിമതിയാണ്. ഇത് കോടികളുടെ അഴിമതി ഇതിൻ്റെ പിന്നിലുണ്ട്. കാർബോറണ്ടം യൂണിവേഴ്സൽ കമ്പനിയുമായി നടത്തിയ 1991 എഗ്രിമെന്റിൽ കരാർ പുതുക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. കാർബോറണ്ടം കമ്പനിയുടെ ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥില, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ ഈ രീതിയിലുള്ള ഒരു ആരോപണവുമായി രംഗത്ത് വരുന്നത്. അതും കൃത്യമായ രേഖകൾ സഹിതം തന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തിയത്. അതിൽ കൃത്യമായി പറഞ്ഞു, ഈ മണിയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ കരാർ ലംഘനമുണ്ട്, അതിൽ മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും പങ്കുണ്ട്, വൈദ്യുത മന്ത്രിയെ നോക്കുകുത്തിയാക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. മാത്രമല്ല, രേഖകൾ പ്രകാരം അതിങ്ങനെയാണെന്ന് പറയുന്നു. കാർബോറണ്ടം കമ്പനിക്ക് അത് കരാർ നീട്ടി നൽകേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ലാതിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു നടപടിയിലേക്ക് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ചേർന്ന് പോയിരിക്കുന്നതെന്ന് പറയുന്നു. എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു, ഏതൊക്കെ രേഖകളാണ് അതിന് ആധാരമായി ചെന്നിത്തല കാണിച്ചത്? പ്രജിൻ, ഇന്നലെയാണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഡൽഹിയിൽ വെച്ചായിരുന്നു ഈ പ്രതികരണം ഉണ്ടായത്. രേഖകൾ സഹിതമായിരുന്നു ഇന്നലെ രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തിയത്. അഴിമതി എന്ന ഒരു കാര്യമായിരുന്നു അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു കരാർ നീട്ടി നൽകുന്നതിലൂടെ അഴിമതി ഉണ്ട് എന്ന ഒരു കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ അഴിമതി എന്ന കാര്യം അദ്ദേഹം ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ് ഇന്ന് കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ. ഈ കമ്പനിക്ക് കരാർ നീട്ടി നൽകാൻ എവിടെയും ഒരു വ്യവസ്ഥയില്ല. ഇവർ നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനി പറയുന്ന ഒരു കാര്യം എന്നത് 2018 പ്രളയത്തിൽ നാശനഷ്ടമുണ്ടായി, ഈ പദ്ധതി പ്രദേശത്ത് നാശനഷ്ടമുണ്ടായി, അതുകൊണ്ട് കരാർ നീട്ടി നൽകണം എന്ന ഒരു ആവശ്യമാണ്. എന്നാൽ ഈ ഒരു പദ്ധതി പ്രദേശം താൻ സന്ദർശിച്ചതാണ്, അത്തരത്തിൽ ഒരു നാശനഷ്ടവും അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമ്പനി എന്തുകൊണ്ട് ആ സമയത്ത് ഇലക്ട്രിസിറ്റി ബോർഡിനെയോ അല്ലെങ്കിൽ സർക്കാരിനെയോ അറിയിച്ചില്ല എന്ന ഒരു മറുചോദ്യവും രമേശ് ചെന്നിത്തല ചോദിക്കുന്നു. മുഖ്യമന്ത്രിയും അതായത് വ്യവസായ മന്ത്രിയും വൈദ്യുത മന്ത്രിയെ നോക്കുകുത്തിയാക്കി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ വൈദ്യുത മന്ത്രി ആ പദവിയിൽ തുടരണോ എന്ന ഒരു ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ അദ്ദേഹം പുറത്തുവിട്ട രേഖകൾ സഹിതം തന്നെയാണ് ഇന്നും കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്. ഈ വലിയൊരു രീതിയിലുള്ള ഒരു കോടികളുടെ അഴിമതി ഈ ഒരു പദ്ധതിക്ക് പിന്നിലുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിക്കുന്നു. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്.